ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്ന ഒരു ബോണ്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഒട്ടും താമസിക്കാതെ ബോണ്ട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. ഇതൊരു ക്വിക്കായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ബോണ്ടയുടെ റെസിപ്പിയാണ് ഞാൻ ഇടുന്നത്. നേരത്തെ ഞാൻ ബോണ്ടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടെങ്കിലും അത് കുറച്ച് സമയം എടുത്തുണ്ടാക്കുന്നതാണ്. ഇത് ഒരു 30 മിനിറ്റ്സ് അതിനുള്ളിൽ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബോണ്ട റെഡിയാകും. നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന അതുപോലെ ഗുണ്ടുമണിയായിട്ടുള്ള ബോണ്ടകൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കിയിട്ട് വരാം. അതിനുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ബോണ്ട തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. എല്ലാവർക്കും GN ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് ശർക്കര പാനിയാണ് കേട്ടോ. അപ്പോൾ ശർക്കര ഒത്തിരി കരടൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ അത് അതുപോലെ തന്നെ ചേർത്ത് കൊടുത്താലും മതി. പക്ഷെ ഞാനിവിടെ ഇങ്ങനെ കട്ടകളായിട്ട് വരുന്ന ശർക്കരയിൽ 2 കട്ട എടുക്കുന്നുണ്ട്. ഇതുപോലെ വലുപ്പത്തിലുള്ള 2 കട്ട. അപ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് ചേർക്കാം. അതൊന്ന് ഉരുക്കിയെടുക്കണം. അതിനകത്ത് കരടുകൾ ഒരുപാടൊന്നും ഇല്ല, എങ്കിലും ഒന്ന് കരടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്. അന്ന് ചിരകിയിട്ട് ചേർക്കുവാണെങ്കിൽ പെട്ടെന്ന് അത് ഉരുക്കി കിട്ടും. അല്ലെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ഇട്ടാലും മതി. വലിയ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ട് ഒരു പാനിൽ അല്പം വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം. അങ്ങനെ ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കട്ടകളൊക്കെ മാറിക്കിട്ടി അതിൻ്റെ കരടൊന്ന് മാറ്റിക്കളയാന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് മുഴുവൻ പാനിയും ചേർത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചിരകിയെടുക്കാം. ഇതെല്ലാം ചിരകി ഞാനൊരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് ഉരുക്കിയെടുക്കാം. അതിലൊട്ടും കൂടുതലാവരുത് കേട്ടോ. അപ്പോൾ പിന്നെ വെള്ളം കൂടുതലായി പോകും. അപ്പോൾ ഇതെല്ലാം കട്ടകളൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം നമുക്ക്. ഞാൻ ഇതിനകത്തേക്ക് ഏലക്കയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഏലക്ക ഞാൻ സാധാരണ ചേർക്കുമ്പോൾ അതിൻ്റെ തൊലി പൊളിച്ച് മാറ്റിയിട്ട് നല്ല അരി മാത്രം എടുത്താണ് പൊടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കൊള്ളില്ലാത്ത ഏലക്ക കുരുവൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയാൻ പറ്റും. നല്ല കറുത്തിട്ടുള്ള ഏലക്ക കുരു ഞാനൊരു 12 എണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഏലക്കയുടെ സ്വാദ് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അഥവാ നമുക്ക് ഏലക്ക ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ജീരകം ചേർത്ത് കൊടുത്താലും മതി, നല്ല ജീരകം. എനിക്ക് ജീരകത്തിൻ്റെ സ്വാദ് ഒട്ടും ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ഏലക്കയാണ് ചേർക്കുന്നത്. അപ്പോൾ 12 ഏലക്ക ഇങ്ങനെ കുരു തന്നെ എടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഒരു മിക്സിയിലിട്ട്. പൊടിച്ച് മാറ്റിയിട്ടുണ്ട് ഏലക്ക. ഞാനകത്തേക്ക് സാധാരണ പഴമാണ് നല്ല ചെറുപഴമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ റോബസ്റ്റ പഴം ഇരിപ്പില്ല. അപ്പോൾ ഏത്തപ്പഴം നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏലക്ക അടിച്ചെടുത്ത ആ മിക്സിയിലേക്ക് തന്നെ ഏലക്കപ്പൊടിയിലേക്ക് തന്നെ ഞാൻ ഈ പഴം ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് അടിച്ചിട്ടെടുക്കാം. നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കണം. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബോണ്ടാന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പഴം നമ്മുടെ ഏലക്കക്കുരു പൊടിച്ചെടുത്ത മിക്സിയിലേക്ക് തന്നെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാനിത് അടിച്ചെടുത്തത്. അത് അടിച്ചെടുത്ത ശേഷം നമ്മുടെ തണുത്തിരിക്കുന്ന ശർക്കരപ്പാനി 1/2 കപ്പ് ശർക്കരപ്പാനി റെഡിയാക്കി എടുത്ത് വെച്ചായിരുന്നല്ലോ, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇതും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ മിക്സിയിൽ തന്നെ അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് യോജിച്ച് കിട്ടും. അപ്പോൾ ചൂട് മാറിയിട്ട് വേണം കേട്ടോ അടിച്ച് മാറ്റാൻ. അപ്പം നോക്കൂ, നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഈ മിക്സിയിൽ ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തു കേട്ടോ, എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിച്ച് കിട്ടാൻ വേണ്ടി. ഇനി നമ്മൾ അടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ കളറായി. അതിനകത്തേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ ചേർക്കുന്നത് സെൽഫ് റൈസിങ് ഫ്ലവറാണ്. നമുക്ക് നാട്ടിലൊക്കെ മേടിക്കാൻ കിട്ടുമായിരിക്കും, സൂപ്പർ മാർക്കറ്റിലൊക്കെ. അപ്പോൾ നമ്മൾ സോഡ പൊടിയൊന്നും ചേർക്കാതെയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിനകത്ത് ചേർത്താൽ നമ്മളിങ്ങനെ ഫെർമെൻറ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ 1 കപ്പ് ചേർത്ത് കൊടുത്ത് നോക്കാം. നമ്മുടെ ആ കൺസിസ്റ്റൻസി ഒന്ന് ശരിയാക്കി കിട്ടണം. അപ്പോൾ ഒരുപാട് ലൂസാവരുത്, ഒരുപാട് കട്ടിയാവരുത് മാവ്. ഒരു സ്റ്റിക്കി ഡോ പോലെ എടുക്കണം. നമുക്കൊരു
ബോൾ രൂപത്തിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ വേണം റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുമ്പോഴാണ് നമുക്ക് ആ കൺസിസ്റ്റൻസി ശരിയായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് സെൽഫ് റൈസിങ് ഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തോണ്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് നോക്കാം. ഞാൻ എത്ര പൊടി ചേർത്തു എന്ന് പറയാം. 1 കപ്പിൽ കൂടുതൽ എന്തായാലും വേണ്ടി വരും. ഇതിപ്പോൾ കലക്കിയെടുക്കുമ്പോൾ ഇച്ചിരി ലൂസ് രൂപത്തിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇതിലും കട്ടിയിൽ വേണം നമുക്ക്. ഇത് ലൂസാണ്. ഇനിയിപ്പോൾ കുറച്ചുകൂടി പൊടി ചേർത്താൽ, ഇപ്പോൾ 1 കപ്പ് പൊടി എടുത്ത് മുഴുവൻ ചേർത്തു. ഇപ്പോഴും ലൂസായി തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിൽ അല്പം കൂടെ ഒന്ന് കട്ടിയിൽ കിട്ടണം നമുക്ക്. അപ്പോൾ ഒരു 1/2 കപ്പും കൂടി വേണ്ടി വരും. എടുത്ത് പൊടി മുഴുവനും കൂടെ ചേർക്കാതെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നോക്കണം. 1 കപ്പ് മുഴുവൻ ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ ഒരു 1/2 കപ്പും കൂടെ എടുത്ത് വെക്കാം നമുക്ക്. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു വലിയ ടേബിൾ സ്പൂൺ, ഒരു 1.5 ടേബിൾ സ്പൂണിൻ്റെ അത്രയും വരും കേട്ടോ, റവ ചേർത്ത് കൊടുത്തു. അത് നമുക്കൊരു ക്രിസ്പിനെസ് കൊടുക്കും കേട്ടോ ബോണ്ടയ്ക്ക്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഇളക്കിയിട്ട്, ഞാൻ പറഞ്ഞല്ലോ 1/2 കപ്പും കൂടെ ഞാൻ പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ ചേർത്ത് കൊടുക്കാൻ. 1/2 കപ്പ് പൊടിയിൽ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നോക്കാം. 1/2 കപ്പ് മുഴുവൻ വേണ്ടി വരുമായിരിക്കും, കാരണം ഇപ്പോഴും ലൂസായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇതിൽ അല്പോടെ കട്ടി വേണം. നമ്മളിങ്ങനെ ഇടുമ്പോൾ വിട്ട് ചാടണം. നോക്കുക, ഇത് സ്റ്റിക്കി ഒരുപാട് ലൂസല്ല ഒരുപാട് ടൈറ്റും അല്ലാത്ത രീതിയിൽ റെഡിയാക്കി എടുത്തു. ഞാനൊരു ഒരു ചെറിയ പാനിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എണ്ണ കുറച്ച് മതി. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ വളരെ ലോ ഹീറ്റിൽ വെക്കണം കേട്ടോ. ചൂടായിട്ട് അങ്ങനെ മാറ്റി വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മുടെ ബോണ്ട. ഞാൻ 2 കൈ കൊണ്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, പക്ഷേ ഞാൻ ഇങ്ങനെ വലിപ്പമുള്ളൊരു സ്പൂൺ, ഇങ്ങനെ ഒരു ഷേപ്പുള്ളൊരു സ്പൂൺ, അപ്പോൾ നമുക്കത് ഷേപ്പ് വേറൊരു സ്പൂണും കൊണ്ട് കൊടുക്കുക അങ്ങനെ. അപ്പോൾ പിന്നെ നമ്മൾ മറിച്ചിടുമ്പോൾ ഷേപ്പിൽ വന്നോളും. അതാണ് എളുപ്പം. അല്ലെങ്കിൽ കയ്യിലൊക്കെ മാറുമ്പോൾ പിന്നെ നമ്മൾ കോരി എടുക്കുമ്പോൾ കൈ കഴുകാനൊക്കെ പോകേണ്ടി വരും. അപ്പോൾ എനിക്കിത് ഈസി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ സ്പൂണിൽ ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആ ഷേപ്പിൽ കിട്ടും നമ്മുടെ. അപ്പോൾ നമ്മൾ ഇത് കുഴയ്ക്കുക, അപ്പോൾ തന്നെ റെഡിയാക്കി എടുക്കാം. ഫെർമെൻറ്റ് ചെയ്യാൻ ഓൾറെഡി സെൽഫ് റൈസിങ് ഫ്ലവർ ആയതുകൊണ്ട് പെട്ടെന്ന് ഫെർമെൻറ്റ് ചെയ്ത് അപ്പോൾ തന്നെ ഫെർമെൻ്റായി വരും. കുഴയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ സ്പൂണ് ഇങ്ങനെ വലിയൊരു സ്പൂണ് എടുക്കുക, പിന്നെ ഒരു ചെറിയ സ്പൂണും കൊണ്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനും എളുപ്പമാണ് കേട്ടോ. അത് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇച്ചിരി ഷേപ്പ്ലെസ് ആയെന്ന് തോന്നുമെങ്കിൽ നമ്മൾ തിരിച്ചിടുമ്പോൾ അതിൻ്റെ ഷേപ്പിൽ കൃത്യമായിട്ട് വന്നോളൂ കേട്ടോ. നോക്കൂ, ഇങ്ങനെ കുണ്ടുമണി ബോണ്ടാസ് റെഡി ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, കുഴയ്ക്കേണ്ട താമസമേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് ചുട്ടെടുക്കാം. നമ്മൾ എണ്ണയിലിട്ട് മൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്ന്. അപ്പോൾ നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി നേരത്തെ കുഴച്ച് വെക്കേണ്ട ഒരാവശ്യമില്ല, സെൽഫ് റൈസും ഫ്ലവറും കൊണ്ട് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്ന പോലെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത് ഗോതമ്പ് പൊടിയും കൊണ്ടുള്ള ബോണ്ടയായിരുന്നു. അതിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് ലോ ഹീറ്റിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇത് മൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അകം വെന്ത് കിട്ടില്ല കേട്ടോ. നമ്മുടെ ചായക്കടയിലൊക്കെ ഇരിക്കുന്ന ചില്ല് ഭരണികളിൽ, ചില്ലലമാരിയിലൊക്കെ ഇരിക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ ബോണ്ടയ്ക്ക്. നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കണം. ഒട്ടും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ മതിയല്ലോ. സെൽഫ് റൈസിങ് ഫ്ലോർ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ്. അപ്പോൾ അത് മേടിച്ച് വെക്കുകയാണെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ തന്നെയാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ എളുപ്പമാണിത്. അപ്പോൾ ഞാനിങ്ങനെ ബോണ്ടകൾ ചുട്ട് കോരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ബാച്ചിടാം നമുക്ക്. അപ്പോൾ ഞാൻ ഇടുമ്പോൾ ഇതുപോലെ ഷേപ്പില്ലാന്ന് തോന്നുവാണെങ്കിലും അത് 2 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചിടുമ്പോൾ അത് ഷേപ്പിൽ വന്നോളൂ കേട്ടോ. വലുപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ പാനിലാണ് വെച്ചത്, അതുകൊണ്ട് 3 4 ഒക്കെയാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വലുതിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ട്രിപ്പിൽ തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പം എണ്ണ കുറച്ച് കൂടുതൽ വേണ്ടി വരുമെന്നേ ഉള്ളൂ. തിരിച്ചിടുമ്പോഴത്തേക്കും ആ ഷേപ്പ് കിട്ടിക്കോളും. അപ്പോൾ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. ഒരു നൊസ്റ്റാൾജിയാണ് ബോണ്ട അല്ലേ, ചായക്കടയിലൊക്കെ ഓർമ്മ വരും. അപ്പോൾ എൻ്റെ 4 മണിക്ക് ചായക്ക് കടിയുന്ന ബോണ്ടയാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഒരുപാട് കറിയരുത്, എന്നാലും ഇച്ചിരി നിറം മാറി വരണം. ഞാൻ പറഞ്ഞ പോലെ അകം വെന്ത് കിട്ടില്ല, അല്ലെങ്കിൽ ഒത്തിരി ലോ ഹീറ്റിലിട്ടിട്ട് വേണം നമുക്ക് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഈ ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. പിന്നെ ഇച്ചിരി കൂടി ഒന്ന് മുറുകിക്കോളും. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് ബാച്ച് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഒത്തിരി എണ്ണയൊന്നും കുടിക്കില്ല. കോരി മാറ്റി കഴിയുമ്പോൾ ഒത്തിരി എണ്ണ കുടിക്കുമെന്ന് തോന്നുവാണെങ്കിൽ തന്നെ നമുക്കൊരു കിച്ചൺ ടവലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയാൽ മതി. ഈസിയാണ് കേട്ടോ. നമുക്ക് പിന്നെ കൈ കഴുകാനിടയ്ക്കും അല്ലെങ്കിൽ കോരി മാറ്റുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കും. ഈ സ്പൂണിൽ ഇങ്ങനെ ഇടുന്നത് വളരെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യണം കേട്ടോ അത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നത് എന്നോട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ടിരുന്ന കേക്ക് റെസിപ്പി ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ സഹിതം എനിക്ക് അയച്ചു തന്നിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം അത് കണ്ടതിൽ. താങ്ക് യു. അപ്പോൾ ഒരു സ്വപ്നയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ സ്വപ്ന. അപ്പോൾ ബോണ്ടയും റെഡിയാക്കി നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ആദ്യമായിട്ട് ട്രൈ ചെയ്തായിരുന്നു എന്ന് പറഞ്ഞ കേക്ക്, എഗ്ലെസ് കേക്ക് നന്നായിട്ട് വന്നെന്നും പറഞ്ഞ് ഫോട്ടോ ഇട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. താങ്ക് യു. അപ്പോൾ ഞാൻ എൻ്റെ ബോണ്ട മേക്കിംഗ് ഏകദേശം കഴിയാറായി തുടങ്ങി. അപ്പോൾ ലാസ്റ്റ് ബാച്ച് വിട്ടു. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിരിക്കും കേട്ടോ അകത്ത്. ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അത്രയും കിട്ടത്തില്ല, പക്ഷേ നമ്മൾ ഈ ഫ്ലോർ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ ചായക്കടയിലൊക്കെ എങ്ങനെ ബോണ്ട നമ്മൾ കഴിക്കുന്നതായിരുന്നു ആ ഓർമ്മ ശരിക്കും വരും. അതുപോലെ തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണമെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ ഇടാം. പക്ഷേ ഇത് എങ്ങനെയാണോ നമ്മൾ അവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ റെഡിയാക്കണം എന്നൊരു തോന്നൽ കൊണ്ട് റെഡിയാക്കി എടുത്താണ് കേട്ടോ. പെർഫെക്റ്റായിട്ട് വന്നെല്ലാം. അപ്പോൾ ബോണ്ട മേക്കിംഗ് ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നോക്കൂ, നമ്മൾ ഗുഡ് മണിയായിട്ടുള്ള ബോണ്ടകൾ ഞാൻ ചായ കുടിക്കാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എക്സസ് ഉണ്ടെങ്കിൽ എണ്ണയൊക്കെ പ്ലേറ്റിലുണ്ടെങ്കിൽ ഒന്ന് മാറി കിട്ടുകയും ചെയ്തോളും. അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ, നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം. താങ്ക് യു.
ഞാൻ ഒരെണ്ണം ഒന്ന് തുറന്ന് കാണിക്കാം കേട്ടോ, ഇതെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ആകെ എങ്ങനെ ഇരിക്കണേ അതിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ കടിക്കുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് വെക്കുമ്പോൾ തന്നെ അറിയാം, നല്ല ക്രിസ്പിനെസ് ഉണ്ട്, നല്ല ആ സൗണ്ട് കേൾക്കാൻ പറ്റും. ബോണ്ടയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ചായ കുടിക്കാൻ തോന്നുമല്ലേ. അപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് തുറന്ന് കാണിക്കാൻ നോക്കൂ. തുറക്കുമ്പോൾ തന്നെ അറിയാം, നല്ല സ്പഞ്ചി ആയിട്ടാണ് ആകാതിരിക്കുന്നത്. കടിക്കുമ്പോൾ നല്ല ക്രിസ്പിയാണ് ഔട്ട് സൈഡ്, അകം നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും. അപ്പോൾ അടിപൊളിയായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് JNB വ്ളോഗ്സ്. ഞാൻ പുതിയൊരു റെസിപ്പി ആയിട്ട് ഉടനടി വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ.